ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഷോപ്പുകൾക്ക് ആവശ്യമുള്ള ഒരു ലേബർ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുക, പുതിയ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് വന്ന ശേഷം ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഒരു ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വരിക, കൺസെന്റ് ബോക്സ് ടിക്ക് കൊടുത്ത് പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് സ്ഥാപനങ്ങളുടെ സംബന്ധിക്കുന്ന ഒരു രജിസ്ട്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് പൂരിപ്പിക്കേണ്ട ഫോം എന്നുള്ളത്. ആദ്യം തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് രജിസ്ട്രേഷൻ ഓഫീസാണ്. ഇവിടെ രജിസ്ട്രേഷൻ ഓഫീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് രജിസ്ട്രേഷൻ ഓഫീസിന്റെ അണ്ടറിലോട്ടാണ് നമ്മുടെ അപേക്ഷ പോവേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഫൈൻഡ് യുവർ ഓഫീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് പഞ്ചായത്തിന്റെ കീഴിലാണോ ഒരു സ്ഥാപനം ഉള്ളത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഓഫീസ് പഞ്ചായത്തിന്റെ പേരിന് സമീപത്തായിട്ട് തന്നെ കാണിക്കും. ആ ഒരു ഓഫീസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പ്ലേസ് എന്നുള്ള ഭാഗത്ത് നിന്നും ഒരു പ്ലേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മളിവിടെ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ഭാഗങ്ങൾ എന്നുള്ളത് ഈ സ്റ്റാർ മാർക്കിട്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. റെഡ് സ്റ്റാർ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. അല്ലാത്തവയൊന്നും പൂരിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മൾ ഈ അപേക്ഷിക്കുന്ന ആളുടെ മുഴുവനായിട്ടുള്ള പേരാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്ന ആളുടെ പേര്, ബിസിനസ് ഉടമയുടെ പേരായിരിക്കണം. അവരുടെ വീട്ടുപേര് തൊട്ട് താഴെയുള്ള കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെയിം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഭാഗത്ത് കടയുടെ പേര് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് ടൈപ്പ് ചെയ്ത് അതിന്റെ അഡ്രസ്സ് കൃത്യമായിട്ട് വിത്ത് പോസ്റ്റൽ അഡ്രസ് ഉൾപ്പെടെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബിസിനസ് ആരംഭിച്ച തീയതി എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്ര മെയിൽ വർക്കേഴ്സ് ഉണ്ട്, എത്ര ഫീമെയിൽ വർക്കേഴ്സ് ഉണ്ട് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആളില്ല എങ്കിൽ 0 എന്ന് കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കണം. അതിനുശേഷം താഴേക്ക് വന്നിട്ട് നെയിം ഓഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള ഭാഗത്ത് എന്താണ് എംപ്ലോയ്മെന്റിന്റെ നെയിം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഇല്ലാത്തതാണെങ്കിൽ അഡീഷണൽ കോളം ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് ബിസിനസ് എന്നുള്ള ഭാഗത്ത് എന്ത് തരത്തിലുള്ള ബിസിനസ് ആണ് സെന്റർ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഓൺലൈൻ സെന്ററുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അക്ഷയ സെന്റർ ആണെങ്കിൽ അക്ഷയ സെന്റർ, അതുപോലെ മറ്റു ബേക്കറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്, കൃത്യമായിട്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപേക്ഷകന്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇത്രയും ഡീറ്റെയിലുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. അതിനുശേഷം അപ്ലോഡ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആ ഫയൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡൗൺലോഡ് എംപ്ലോയീസ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. ഒരു XML ഫയൽ ആയിരിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം എനേബിൾ എഡിറ്റിംഗ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്രമപ്രകാരം എത്ര ജോലിക്കാരുണ്ട് അവരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെയിം എന്നുള്ള ഭാഗത്ത് ആദ്യം തന്നെ ആളുടെ പേര്, അവരുടെ മേഖല ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക, അവരുടെ സ്ഥാനം, വയസ്സ്, ഇയർ ഓഫ് ജോയിനിങ് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഇവിടെ ഭാഗത്ത് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ്, പഞ്ചായത്ത് ലൈസൻസ്, അതുപോലെ അപേക്ഷിക്കുന്ന ആളുടെ ആധാർ കാർഡ് രണ്ടും കൂടി ഒരുമിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഡീറ്റെയിലുകൾ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഒരു പ്രിവ്യൂ കാണിക്കും. അതുപോലെ തന്നെ കൺഫേം ഡീറ്റെയിൽസ് ഉണ്ടാവും, ചേഞ്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. കൺഫേം ഡീറ്റെയിൽസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു ടെമ്പററി നമ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇതിലേക്ക് അടക്കേണ്ട തുക എത്രയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ടെമ്പററി നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് അടക്കുകയാണ് ചെയ്യേണ്ടത്. പേയ്മെന്റ് അടച്ചതിന് ശേഷം ലഭിക്കുന്ന സ്ലിപ്പ് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫിക്കേഷന് ശേഷം നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആയിട്ട് വരുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ഒരു ലേബർ രജിസ്ട്രേഷൻ, കടകൾക്ക് സംബന്ധമായിട്ടുള്ള ലേബർ രജിസ്ട്രേഷൻ അപേക്ഷ കൊടുക്കുന്നത്.